ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തഴുതാമയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോണത്. തഴുതാമ ഒരുവിധം എല്ലാവരുടെയും വീട് മുറ്റത്ത് കണ്ടുവരുന്ന ഒരു ചെടിയാണ്. പുനർനവ എന്ന് പറയും സംസ്കൃതത്തിൽ. ഓക്കെ, അപ്പോൾ പുനർനവ വെച്ചിട്ട് ഒരുപാട് മരുന്നുകളുണ്ട്. തഴുതാമ നമ്മൾ ഒരുപാട് ഇതിൽ യൂസ് ചെയ്യണതാണ്, ഒരുപാട് അസുഖത്തിന് യൂസ് ചെയ്യണതാണ്. ഓക്കെ, പെട്ടെന്ന് മൈൻഡിൽ വരുന്ന തഴുതാമ എന്ന് പറയുന്ന ചെടി നീരിന് ഇതിനെക്കാട്ടും നല്ലൊരു ബെസ്റ്റ് മെഡിസിൻ എവിടെയും ഇല്ല. തഴുതാമ ബെസ്റ്റ് മരുന്നാണ് നീര് വലിച്ചെടുക്കാനും കളയാനും. നമ്മുടെ ബോഡിയിലുള്ള ഈ വേസ്റ്റുകൾ കളയാൻ പറ്റിയ സംഭവം, അല്ലെങ്കിൽ വേസ്റ്റുകൾ കളയാൻ ഹെൽപ്പ് ചെയ്യുന്നത് തഴുതാമയാണ്. പുനർനവ ഗുൾഗുലു, പുനർനവ വെച്ചിട്ടുള്ള കഷായങ്ങൾ എല്ലാം ഇതിനുള്ളതാണ്. ഈ വാദം കഫം സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനെയും തഴുതാമ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ അസുഖങ്ങൾ, ഏതൊക്കെ അസുഖങ്ങളാണ് തഴുതാമ വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. തഴുതാമ നീരിന് വളരെ നല്ലതാണ്. ഞാൻ പറയാറുണ്ട്, നമ്മൾ രക്തവാദം ഉള്ള സിറ്റുവേഷൻസ്, അതായത് ശരീരത്തിലൊരു ചുട്ടുനീറ്റൽ വരിക, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ടാവുക, കാലിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല നീര് വരിക, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് പുനർനവ ധൈര്യമായിട്ട് കൊടുക്കും, ഒരു കുഴപ്പമില്ല. അതേമാതിരി തന്നെ തല സംബന്ധമായിട്ട് തലയ്ക്കൊരു കവം കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ തലവേദന വരിക, തലയ്ക്കൊരു ഹെവിനെസ് വരിക, അപ്പോഴും നമുക്ക് ഇത് നല്ലതാണ്. എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, കഫം സംബന്ധമായിട്ടുള്ള ദോഷം അല്ലെങ്കിൽ എനർജീനെ ഇത് ബാലൻസ് ചെയ്യും. അപ്പോൾ ഒബ്വിയസ്ലി തലവേദന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, തലയ്ക്ക് കനമുണ്ടെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഉറക്കം ഉണ്ടാക്കാനല്ല തഴുതാമ ഹെൽപ്പ് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഹോർമോണൽ ലെവൽസിനെ ബാലൻസ് ചെയ്യും. അങ്ങനെയാണ് തഴുതാമ നല്ലത്. അപ്പോൾ എല്ലാം നമ്മൾ ഡയറക്റ്റ്ലി നേരെ ഒറ്റ വാക്കിൽ നമ്മൾ ലിങ്ക് ചെയ്യരുത്. അപ്പോൾ തഴുതാമ നീരിന് നല്ലത്, അല്ലെങ്കിൽ താരീസ്പത്രാതി തൊണ്ടയ്ക്ക് നല്ലത്, ചുമയ്ക്ക് നല്ലത്, അങ്ങനെയല്ല നമ്മൾ ആയുർവേദം കണക്ട് ചെയ്യുന്നത്. പക്ഷെ പലവരും ചോദിച്ചു വരുമ്പോൾ അത് അങ്ങനെയാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെയല്ല, അതിൻ്റെ എനർജി, അതായത് ദോഷം വെച്ചിട്ടാണ്, വാദമാണോ പിത്തമാണോ കഫമാണോ എന്ന് വെച്ചിട്ട്. അതേമാതിരി മൂത്രം പോകാനായിട്ട് വളരെ നല്ല ഒരു മെഡിസിനാണ്. അതേമാതിരി ഫ്ലൂയിഡ് ടെൻഷൻ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാലുമ കുറേ നേരം ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ, നമ്മൾ എൽബോ കൊണ്ട് എവിടെയെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും അത് പൊന്തി വരാൻ. അതിൻ്റെ അർത്ഥം നമ്മൾ വെള്ളം കുടിക്കുന്നില്ല ആവശ്യത്തിന്, അല്ലെങ്കിൽ മൂത്രം നന്നായിട്ട് പോകുന്നില്ല. ഇനി മൂത്രം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുന്നില്ല എന്നുള്ളതാണ്, ബോഡിയിൽ ആവശ്യത്തിന് ഫ്ലൂയിഡ് ഇല്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ ചൂട് കാലത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളിന് ഏറ്റവും നല്ല മരുന്നാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് തഴുതാമ. അതേമാതിരി നീര് പോയി കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ ബോഡിയിലെ വെയിറ്റ് ഒക്കെ ഒന്ന് ലൂസനാവും. അതിന് ഈ പറഞ്ഞ മാതിരി കുക്കുംബർ നല്ലതാണ്, ക്യാരറ്റ് നല്ലതാണ്, ഇതൊക്കെ നമ്മുടെ തക്കാളി നല്ലതാണ്. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് എൻ്റെ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡയറ്റ് ചാർട്ടൊക്കെ കുറച്ചൊന്ന് അയച്ചു തരാം. ഭയങ്കര വലിയ ഡയറ്റൊന്നുമില്ല, ഇത്തിരി ഡയറ്റേ ഉള്ളൂ. അത് ഈ പറഞ്ഞ കുക്കുംബർ, തക്കാളി ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ലഞ്ച് ടൈമിൽ കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതേപോലെ നമ്മൾ ചിലവർക്കൊക്കെ ബോഡിക്ക് ഒരു എന്താ പറയുക, ഒരു ക്ഷീണം തോന്നും, ഒരു ടയർഡ്നെസ് തോന്നും. പണികൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷീണം വരിക, വേദന വരിക, ഇതിനൊക്കെ തഴുതാമ നല്ല മെഡിസിനാണ്. ഒരുവിധം എല്ലാവർക്കും ഈ ബാക്കിൽ നീര്, കാലുമ്പ് നീര്, ഷോൾഡറിൻ്റെ അവിടെ നീര് ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, അനുഭവപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് ബെസ്റ്റ് മെഡിസിനാണ്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ ഈ തഴുതാമയുടെ ചിലവർ നീര് ഡയറക്റ്റായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ചിലവർ അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും കാണിക്കരുത്. തഴുതാമ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ചിലവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വരും, അസിഡിറ്റി വരും, പിന്നെയുമുള്ള ബുദ്ധിമുട്ടുകൾ, ഗ്യാസുകൾ ഇതൊക്കെ കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തഴുതാമ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് വെച്ചിട്ട് തോരൻ വെച്ച് കഴിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. കാരണം എല്ലാം നമ്മൾ ഭക്ഷണത്തിലൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. സോ തഴുതാമ പക്ഷെ എന്തൊക്കെയാണെങ്കിലും മരുന്നുകൾ ഒറ്റയ്ക്ക് പോയിട്ട് മേടിക്കരുത്, എൻ്റെ റിക്വസ്റ്റാണ്. ഒരിക്കലും നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇതിൽ പോയിട്ട് തന്നെത്താൻ പോയി മേടിക്കരുത്. എപ്പോഴും ഒരു കൺസൾട്ടേഷനിലോട് കൂടി മാത്രമേ നമ്മൾ ഏത് മെഡിസിനും കഴിക്കാൻ പാടുള്ളൂ. സോ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.